Adda 24/7 Malayalam YouTube channel. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് 2024 3 സ്റ്റേജ് പരീക്ഷ വരാൻ പോവാണ്. അതിനുവേണ്ട സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇതുവരെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ അസോസിയേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത്. നമ്മൾ 20 ഡേ സീരീസ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇന്ന് അതിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. കാരണം 5 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഏറ്റവും അധികം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഏരിയ അല്ല ഏത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഏരിയ അല്ല. കാരണം അതിന്റെ സിലബസ് വളരെ വളരെ വലുതാണ്. എന്നാൽ എന്താണ് അതിന് നമുക്ക് കിട്ടുന്നത് ആകെ 5 മാർക്കാണ്. അപ്പൊ അതിന്റെ ആ മാറ്റവും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സമയം കൊടുക്കുക. അപ്പൊ ഏറ്റവും അധികം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച കാര്യങ്ങളെ പറ്റി പഠിക്കുകയുമാണ്. കാരണം നമ്മൾ ഒരുപാട് സമയം ആ സിലബസ് കവർ ചെയ്യാനായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വരില്ല, ഡിഗ്രി പ്രിലിംസിൽ വരില്ല. കാരണം ഇത് മെയിൻസിന് ഇല്ലാത്ത ടോപ്പിക്കുകളാണ്. ഓക്കെ, പ്രിലിംസിന് മാത്രം എക്സ്ക്ലൂസീവ്ലി ഉള്ള ടോപ്പിക്കുകളായതുകൊണ്ട് ഒരുപാട് സമയം നിങ്ങൾ ഇവിടെ കളയരുത്. പകരം എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ഒരുപാട് ചെയ്തു നോക്കി നമ്മൾ എഴുതുന്ന ഉത്തരങ്ങൾ എല്ലാവരും ശരിയാക്കുന്നത് നമ്മളും ശരിയാക്കുക എന്നതായിരിക്കണം എന്ത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഡിഗ്രി പ്രിലിംസിൽ കേരള PSC പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി സ്പെസിഫിക്കലി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Dash is the marketing arm of ISRO which markets space products and services of ISRO to domestic as well as international customers. അതായത് ഇന്ത്യക്ക് അകത്തുള്ളതും പുറത്തുള്ളതുമായ കസ്റ്റമേഴ്സിന് നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജിയെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. നമ്മൾ പൈസക്കായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ ടെക്നോളജി ഷെയറിംഗ് നടത്താറുണ്ട്. ആ ചെയ്യുന്ന പദ്ധതി ISROയുടെ ഏത് ആമാണ് നടത്തുന്നതാണ് ചോദ്യം. ഓക്കെ, ദർ ഇസ് എ മാർക്കറ്റിംഗ് ആം ഫോർ ISRO which does these services. അതായത് പ്രോഡക്ട്സിനും സർവീസസിനെയും എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയും അതുപോലെ അവർക്ക് സയന്റിഫിക് ടെക്നോളജി ഡെവലപ്മെന്റിന് വേണ്ടി ടെക്നോളജി ഷെയറിംഗ്, നോളജ് ഷെയറിംഗ് ചെയ്യുകയും ചെയ്യുന്നു. വിച്ച് ഈസ് ദി ആം എന്നാണ് ക്വസ്റ്റ്യൻ. ഡു യു നോ ദി ആൻസർ? ഓപ്ഷൻ എ ഇസ് ഇസ്ട്രാക്, ഓപ്ഷൻ ബി ആൻട്രിക്സ്, ഓപ്ഷൻ ബി സെൻട്രിക്സ് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് മാർക്കറ്റ്. ഇതിലെ ഓപ്ഷൻസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ISRO ആണല്ലോ, അപ്പൊ IS വെച്ച് തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ നമുക്ക് വരാം. അതിനാണ് ഈ ഇസ്ട്രാക്കും മിസ്മാർക്കറ്റും കൊടുത്തിരിക്കുന്നത്. Okay, that is not the answer. The answer is it is Antrix. Antrix Corporation Limited എന്ന് പറയുന്നത് ISROയുടെ കൊമേഴ്ഷ്യൽ ആം ആണ്. നമുക്കൊരു ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, അവിടെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ബട്ട് ആൻട്രിക്സ് കോർപ്പറേഷൻ സ്പെസിഫിക്കലി എന്ത് ചെയ്യുന്നു, ഈ പ്രോഡക്ട്സിനെയും സർവീസസിനെയും നമ്മുടെ ISRO രൂപീകരിക്കുന്ന പ്രോഡക്ട്സിനെയും സർവീസസിനെയും എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന്, അതായത് ഇപ്പം ലൈക്ക് സ്പേസ് കിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈ ബേസ്ഡ് ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, ഒരുപാട് നമ്മുടെ സതീഷ് ധവാൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് അവരാണ്. നാനോ സാറ്റലൈറ്റ്സും മൈക്രോ സാറ്റലൈറ്റ്സും ഒക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്പേസ് കിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി ഉള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്പനികൾക്കും മറിച്ച് മറ്റ് രാജ്യങ്ങളിൽ, അതായത് സ്പേസ് ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്യാത്ത ബംഗ്ലാദേശ്, ശ്രീലങ്ക അല്ലെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലെ, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലെ സാറ്റലൈറ്റ്സിന് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ റോക്കറ്റ്സ് ഉപയോഗിച്ച് അവിടെ കൊണ്ട് വെക്കാറുണ്ട് അല്ലെ, സ്പേസിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കാറുണ്ട്. പണ്ട് കാലത്ത് ഇന്ത്യ അരിയാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അരിയാൻ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഒരു ലോഞ്ചിങ് വെഹിക്കിൾ ആണ്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. അത് ഉപയോഗിച്ച് ഫ്രാൻസും അതുപോലെ USSR ഒക്കെ ഇന്ത്യ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സിമിലർലി എന്ത് ചെയ്യുന്നു, ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും അതുപോലെ തന്നെ ആൻട്രിക്സ് കോർപ്പറേഷനും ഒക്കെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ISROയുടെ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ISRO ഇസ് ഓഫ് കോഴ്സ് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ISRO ബന്ധപ്പെട്ട് നമ്മൾ 3-4 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എന്താണ് ISRO, എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ലോഞ്ചിങ് വെഹിക്കിൾസ്, എന്തൊക്കെയാണ് നമ്മുടെ ന്യൂ ലോഞ്ചിങ് പ്രോഗ്രാംസ്, കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചന്ദ്രയാൻ 3, ഈവൻ ചന്ദ്രയാൻ 2 ആസ് വെൽ ആസ് ആദിത്യ L1, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗഗൻയാൻ മിഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതിലെ വ്യക്തികളുടെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, അതിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഇമ്പോർട്ടന്റ് ആണ്, വ്യോം മിത്ര എന്ന് പറയുന്ന റോബോട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ഒരു തവണയെങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കും. Okay, let's move on to the next question. Again ISRO. National Remote Sensing Center of ISRO is situated in dash. ഇത് PSCയുടെ ഒരു സ്ഥിരം ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുക, ഏതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടന്റ് ലബോറട്ടറീസ് അല്ലെങ്കിൽ ISROയുടെ ആംസ്, DRDOയുടെ ആംസ്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇമ്പോർട്ടന്റ് ലബോറട്ടറി, ഫിസിക്കൽ ലബോറട്ടറി, അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ISROയുടെ സ്പെസിഫിക്കലി ISROയുടെ എല്ലാ ലാബുകളും, അതായത് കുറച്ചെങ്കിലും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ന്യൂസിലൊക്കെ വരുന്ന ലാബുകൾ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദർ കംസ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. എവിടെയാണ്, വെറുതെ ഹെഡ് ക്വാർട്ടേഴ്സ് അഹമ്മദാബാദ് ആണോ, ഹൈദരാബാദ് ആണോ, ശ്രീഹരിക്കോട്ടയാണോ, തിരുവനന്തപുരം ആണോ, എവിടെയാണ്? ഇറ്റ് ഇസ് ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് എന്ത് വരുന്നത്, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ വരുന്നത്. ഇനി ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഒരു
ലാബ് ഉണ്ട് ISROയ്ക്ക്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് വ്യോമിത്ര ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, വ്യോമിത്ര എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ദാറ്റ് ഇസ് ഗോയിങ് ടു ഗോ വിത്ത് ദി ഗഗൻയാൻ പൈലറ്റ്സ്. അല്ലെ, ഗഗൻയാനിൽ ആര് പോകുന്നുണ്ട്? ഹ്യൂമൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പേസിലേക്ക് കൊണ്ടുപോകണം. ഇന്ത്യയിൽ നിന്ന് ഇതിനു മുമ്പേ ഹ്യൂമൻ പോയിട്ടുണ്ട്, രാകേഷ് ശർമ്മയൊക്കെ പോയിട്ടുണ്ട്, അദ്ദേഹമായിരുന്നു ആദ്യത്തെ മനുഷ്യൻ. പക്ഷെ എന്താണ്, അത് USSRന്റെ സഹായത്തോടു കൂടിയാണ് പോയത്. നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? സ്പേസിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയിട്ടില്ല. അതിനുവേണ്ട ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷൻ ഓഫ് ഇന്ത്യയാണ് ഗഗൻയാൻ. ആ ഗഗൻയാനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് ആര്? വ്യോമിത്ര എന്ന് പറയുന്നത്. അപ്പൊ വ്യോമിത്രയെ ഡെവലപ്പ് ചെയ്യുന്ന എവിടെയാണ്? ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. അല്ലെ, വളരെ വളരെ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിലാണ് എന്തുള്ളത്? നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് SDSC ഉള്ളത് എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിൽ, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എന്തുള്ളത്? SDSC, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഉള്ളത്. അതുപോലെ അഹമ്മദാബാദിൽ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചു വെക്കുക. ഓരോ സ്ഥലത്തും എന്താണുള്ളത് എന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സ്പേസ് ഇട്ട് പഠിക്കുക. അഹമ്മദാബാദിൽ നോക്കൂ, DEC ഉണ്ട്. അതുപോലെ ബാംഗ്ലൂരിൽ ഒരുപാട് സാധനമുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO നിൽക്കുന്ന എവിടെയാണ്? അത് ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻ കേസ് ഓഫ് കറന്റ് സിനാരിയോ. അതായത് കറന്റ് അഫയേഴ്സിൽ പോലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് റഷ്യയിലായിരുന്നു ഒരുപാട് നമ്മൾ ഈ പ്രാക്ടീസുകൾ നടന്നത്. അതായത് സീറോ ഗ്രാവിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ജീവിക്കാനായിട്ട് പഠിക്കണം. അല്ലെ, സ്പേസിൽ പോയി കഴിഞ്ഞാൽ സീറോ ഗ്രാവിറ്റിയാണ്. അതിലേക്ക് ജീവിക്കാനായിട്ട് മനുഷ്യ ശരീരത്തെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, സോ അതിന് ട്രെയിനിങ്സ് നമ്മൾ മോസ്റ്റ്ലി റഷ്യയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് വി ഹാവ് എ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ബംഗളൂരു. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ്? ബാംഗ്ലൂരിൽ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഉണ്ട്, ISTRAC ഉണ്ട്. ഓക്കെ, ISTRAC സംതിങ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഓപ്ഷനിൽ കണ്ട സാധനമാണ് ISTRAC എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ്. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ബംഗളൂരു. ബേസിക്കലി സ്പേസ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കൺവേ ചെയ്ത് തരുന്ന ആ ഒരു കണക്ടിംഗ് സെന്റർ ആണ് ഇത് ISTRAC എന്ന് പറയുന്നത്. കമാൻഡ് നെറ്റ്വർക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ ടെലിമെട്രി, അവിടെ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ആരാണ്? ISTRAC ആണ്. ആൻഡ് വി ഹാവ് തിരുവനന്തപുരത്ത് ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്താണ്. അതുപോലെ ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സ് ഉള്ളത് മഹേന്ദ്രഗിരിയാണ്, ഒഡീഷയാണ് മഹേന്ദ്രഗിരി. Okay, ISRO propulsion complex. And we have development and DECU ഉണ്ട് അഹമ്മദാബാദിൽ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെയും ISROയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂരുവിലാണ്. ഓക്കെ, ഇത്രയാണോ? അല്ല, ഇനിയുണ്ട്, ഒരുപാട് എണ്ണുണ്ട്. അപ്പൊ എല്ലാം കൂടി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതെങ്കിലും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കൂ, LEOS ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ് ബാംഗ്ലൂരാണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ തിരുവനന്തപുരത്താണ്. അഗെയിൻ തുമ്പയിലാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഉള്ളത്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, VSSയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് വി ഹാവ് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി അറ്റ് ഭോപ്പാൽ. ദിസ് ഇസ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എവിടെയാണ്? ഇറ്റ്സ് ഇൻ Hyderabad. That is the previous question that PSC asked for degree preliminary examination. Previous year question ആണ്, നമുക്ക് അറിഞ്ഞിരിക്കണം. Okay, then comes SDSC. നമ്മൾ പറഞ്ഞു നെല്ലൂർ അഥവാ ശ്രീഹരിക്കോട്ട. നെല്ലൂർ ഡിസ്ട്രിക്റ്റ് ആണ്, ശ്രീഹരിക്കോട്ടയാണ് പ്ലേസ് ശ്രീഹരിക്കോട്ട, നെല്ലൂർ ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ്, ഇന്ത്യ കൺട്രി. ഓക്കെ, മാറിപ്പോകരുത്. Now we have space application center in Ahmedabad. അത് അഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അതായത് നമ്മൾ ആദ്യമായിട്ട് സ്പേസ് സെന്റർ ഇൻകോസ് പാർ എന്ന് പറയുന്ന സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. ഓക്കെ, തുമ്പ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മഗ്ദലീന മറിയത്തിന് വേണ്ടിയുള്ള ഒരു പള്ളിയിൽ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്പേസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിനൊരു ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ മാറ്റി ആദ്യത്തെ സ്ഥാപിച്ചാണ് ഇവിടെ ഈ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇൻ അഹമ്മദാബാദ് ഇൻ ഗുജറാത്ത്. ഓക്കെ, മാറിപ്പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ടേംസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നൗ വി ഹാവ് UR റാവു സാറ്റലൈറ്റ് സെന്റർ. UR റാവു ഈസ് എ ഫേമസ് സാറ്റലൈറ്റ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിനെ കമമറേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് UR റാവു സാറ്റലൈറ്റ് സെന്റർ. ഇറ്റ് ഇസ് ഇൻ ബംഗളൂരു. ആൻഡ് വി ഹാവ് VSSC in Trivandrum. Okay, very very important. ഈ സെന്റേഴ്സും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും എവിടെയാണെന്ന് പഠിച്ചു വെക്കണം. ആൻഡ് വി ഹാവ് ഇൻസ്പേസ്, ആൻട്രിക്സ് കോർപ്പറേഷൻ, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇൻസ്പേസിന്റെ അഹമ്മദാബാദിലാണെങ്കിൽ ആൻട്രിക്സ് നമ്മൾ പഠിച്ചില്ല, ആൻട്രിക്സ് ദ കൊമേഴ്ഷ്യൽ ആം ഓഫ് ISRO എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റനിൽ കണ്ടില്ലേ? ദാറ്റ് ഇസ് ആൻട്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ബാംഗ്ലൂരു. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു വി ഹാവ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കൊമേഴ്ഷ്യൽ വിങ്ങും കൂടി ഉണ്ട്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ് വരുന്നത്? ബാംഗ്ലൂരാണ് വരുന്നത്. IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത് എവിടെയാണ്? ഇറ്റ് ഇസ് ഇൻ തിരുവനന്തപുരത്താണ് IIST വരുന്നത്. ആൻഡ് വി ഹാവ് നാഷണൽ അറ്റ്മോസ്ഫറിക് റിസർച്ച് ലബോറട്ടറി ഇൻ തിരുപ്പതി. തിരുപ്പതി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണോ തെലങ്കാനയിലാണോ? കണ്ടെത്തിയിട്ടൊന്ന് കമന്റ് ചെയ്യുക. തിരുപ്പതി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണോ തെലങ്കാനയിലാണോ കണ്ടെത്തിയിട്ടൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നൗ വി ഹാവ് നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ NESAC, റൈബോയ് ഡിസ്ട്രിക്റ്റിലാണ്, മേഘാലയയിലാണ്. Okay, റൈബോയ് district in Meghalaya. And we have the physical research laboratory. It's a very wonderful, important and one of the best labs in India ആണ് physical research laboratory PRL എന്ന് പറയുന്നത്. It's in Ahmedabad. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഇന്ത്യയിലെ ഗ്രോൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ന്യൂസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സാധനങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് നോക്കി വെക്കുക, ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അഗെയിൻ ഞാൻ പറഞ്ഞു ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുമ്പോൾ ഇന്ത്യയിലുള്ള ലാബ്സ് മാത്രമല്ല ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കലും ഇവരുടെ സ്ഥിരം പരിപാടിയാണ്, സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് പാറ്റേൺ ആണ് എന്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അത് മുഴുവൻ ഞാൻ എഴുതുന്ന ഞാനൊരു 10 പേജ് അത് തന്നെ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. Okay, now we have headquarters of International Union for Conservation of Nature is at where? Option A, New York. Option B, Nairobi. Option C, Switzerland. Option D, Paris. What is the answer? International Union for Conservation of Nature. എവിടെയാണ് headquarters? It is in Switzerland. It is in Switzerland. Gland എന്ന് പറയുന്ന സ്ഥലത്താണ്, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തുള്ളത്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ IUCN ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതിന്റെയും എവിടെ തന്നെയാണ്, ഗ്ലാൻഡ് തന്നെ അടുത്തടുത്തുള്ള ബിൽഡിംഗ്സ് ആണ് IUCNന്റെയും WWFന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആസ് വെൽ ആസ് IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് കൂടി ഉണ്ട് കേട്ടോ. അതാണ് ശരിക്കും ഫുൾ പേര്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ആൻഡ് നൗ ചെക്കിംഗ് ന്യൂയോർക്ക് എന്താണ്, യുഎന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ന്യൂയോർക്കിലാണ് വരുന്നത്. നൈറോബിയിൽ എന്ത് വരുന്നു, UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, നൈറോബി. നൈറോബി എവിടെയാണ്, കെനിയയിലാണ്. അതായത് യൂറോപ്പിനും അമേരിക്കയ്ക്കും പുറത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് UNEP ആണ് അല്ലെ. ബാക്കി എല്ലാത്തിനും ഹെഡ്ക്വാർട്ടേഴ്സ് നിങ്ങൾ നോക്കോ, ഒന്നുകിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും ബോണിലോ ഫ്രാൻസിലോ പാരീസിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ DC ഒക്കെ ആയിരിക്കും ഹെഡ്ക്വാർട്ടേഴ്സ്. യൂറോപ്പിനും അമേരിക്കയ്ക്കും പുറത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ് ഇൻ കെനിയ വിച്ച് ഇസ് എൻ ആഫ്രിക്കൻ കൺട്രി. കെനിയയുടെ തലസ്ഥാനമാണ് നൈറോബി. നൈറോബിയിലാണ് എന്ത് വരുന്നത് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്, UNEPയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് വി ഹാവ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഗ്രീൻ ബെൽറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും നൈറോബി കെനിയയിലാണ് വരുന്നത്. ആൻഡ് പാരീസിലെ യുനെസ്കോ, ഓക്കെ, യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസിലാണ് വരുന്നത്. മറിച്ച് ഒരുപാട് എണ്ണത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് UNFCCC അങ്ങനെ പലതിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ വരുന്നുണ്ട്, പാരീസിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ സ്റ്റോക്ക്ഹോം കോൺഫറൻസുകൾ നടന്ന സ്ഥലം, റയോ ഡി ജനേറോ, അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പേസുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജർമ്മനിയിലെ ബോൺ, അതുപോലെ റയോ ഡി ജനറോ ഇൻ ബ്രസീൽ, സ്റ്റോക്ക്ഹോം ഇൻ സ്വീഡൻ, കോപ്പൻഹേഗൻ ഡെൻമാർക്കിലുള്ള കോപ്പൻഹേഗൻ, ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അങ്ങനെയുള്ള അതൊക്കെ ഓപ്ഷനിൽ വരുന്നതാണ്, കൃത്യമായിട്ട് ആ സ്ഥലങ്ങളിലുള്ളതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, യെസ് മിഥുൻ, ദ ആൻസർ ഇസ് C, യു ആർ റൈറ്റ്. Let's move on. Which of the following devices used to measure the atmospheric humidity? മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അതുകൊണ്ട് എന്ത് മെഷർ ചെയ്യുന്നു, വളരെ ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ ആണ്. ഇത് PSC ക്വസ്റ്റ്യൻ ആണ്, PSC പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ് അല്ലെ. ഓപ്ഷൻ നോക്കൂ, ഓക്സാനോമീറ്റർ, ഹൈഗ്രോമീറ്റർ ആൻഡ് ഫോട്ടോമീറ്റർ. നൺ ഓഫ് ദി അബോവ്. ഏതാണ് വാട്ട് മെഷേഴ്സ് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി? അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഇസ് മെഷർഡ് ബൈ വിച്ച് ഇൻസ്ട്രുമെന്റ്? ആൻസർ ഇസ് ഹൈഗ്രോമീറ്റർ ആണ്. ഓക്കെ, ഹ്യൂമിഡിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഒരു അളവിലാണ് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത്. ആൻഡ് വോളിയം പെർ വോളിയം ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, വെയിറ്റ് പെർ വെയിറ്റ് ആയിട്ട് മെഷർ ചെയ്യാറുണ്ട്. ദേ ആർ റെസ്പെക്റ്റീവ്ലി കോൾഡ് absolute humidity and specific humidity. Okay, we even measure relative humidity. അതായത് മൊത്തം ഇപ്പൊ എത്ര അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉണ്ട് ഡിവൈഡഡ് ബൈ മൊത്തം എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും, അതാണ് എന്താ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റിയെ പറ്റി നമ്മൾ അത് ബേസിക്കലി നമ്മൾ ഫിസിക്സിൽ പഠിക്കേണ്ട സാധനം, സയൻസ് ടെക്നോളജിയിൽ അങ്ങനെ അതിനെ പറ്റി സിലബസിലും ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ ഹ്യൂമിഡിറ്റി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ഓക്സാനോമീറ്റർ ആൻഡ് ഫോട്ടോമീറ്റർ? ഓക്സാനോമീറ്റർ മെഷേഴ്സ് ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിന്റെ വളർച്ചയെ മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് ഓക്സാനോമീറ്റർ. മറ്റൊരു എക്യുപ്മെന്റ് കൂടി ഏതാണ്? ഇറ്റ് ഇസ് ക്രെസ്കോഗ്രാഫ്. കേട്ടിട്ടുണ്ടോ? നമ്മൾ മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഹൂ ഇൻവെന്റഡ് ക്രെസ്കോഗ്രാഫ്? ഇറ്റ് വാസ് എൻ ഇന്ത്യൻ, ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആയിരുന്ന ജഗദീഷ് ചന്ദ്ര ബോസ് ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ്സ് അഗെയിൻ ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷേഴ്സ് ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിന്റെ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന സാധനമാണ് ഓക്സാനോമീറ്റർ. ഓക്സിൻസ് ആർ ദോസ് എൻസൈംസ് അല്ലെങ്കിൽ ഹോർമോൺസ് ദാറ്റ് പ്രൊമോട്ട് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇത് ഓക്സിൻസ് എന്ന് പറയുന്നത്. വി ഹാവ് ലേൺഡ് അബൌട്ട് പ്ലാന്റ് ഹോർമോൺസ്, ഗിബർലിൻസ്, അതുപോലെ ഓക്സിൻസ്, സൈറ്റോകിനിൻസ്, ഇതൊക്കെ എന്താണ്? പ്ലാന്റ് ഹോർമോൺസ് ആണ്. ആ പ്ലാന്റ് ഹോർമോൺസിന്റെ പ്രസൻസിൽ ആ പേരുമായിട്ട് ബന്ധമുണ്ടല്ലോ, ഓക്സിനുമായി ബന്ധമുള്ള ഓക്സാനോമീറ്റർ, അങ്ങനെ ഓർത്ത് വെക്കാം. ആൻഡ് ഫോട്ടോ സംതിങ് ദാറ്റ് വി യൂസ് ഫോർ ലൈറ്റ് അല്ലെ. ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫോട്ടോ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യുക. ഫോട്ടോസിന്തസിസ്, ലൈറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഫുഡ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ് അല്ലെ. ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റി ആണ്. സിമിലർലി ഫോട്ടോമീറ്റർ ഇസ് സംതിങ് ദാറ്റ് മെഷേഴ്സ് ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, അങ്ങനെ കുറച്ച് അധികം ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ ഉണ്ട് അല്ലെ. വി ഹാവ് തെർമോമീറ്റർ. തെർമോമീറ്റർ ഇസ് അഗെയിൻ വെരി വെരി ഇമ്പോർട്ടന്റ്. ഹൂ ഇൻവെന്റഡ് തെർമോമീറ്റർ? യെസ്, മാഗ്നിഫിസെന്റ്. യെസ്, ഹൂ ഇൻവെന്റഡ് തെർമോമീറ്റർ?
തെർമോമീറ്റർ വാസ് ഇൻവെന്റഡ് ബൈ ഗലീലിയോ ഗലീലി. തെർമോമീറ്റർ എന്ന് മാത്രം ചോദിച്ചാൽ ഗലീലിയോ ഗലീലിയാണ്. എന്നാൽ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് ചോദിച്ചാലോ അത് സർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചറിന്റെ ലെസൺ എടുത്തപ്പോൾ ഒരുപാട് വിശദമായിട്ട് സംസാരിച്ചാണ് ഇതിനെ പറ്റി. ആൻഡ് അഗെയിൻ മെർക്കുറി തെർമോമീറ്റർ ആരാണ് കണ്ടുപിടിച്ചത്? ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫാക്ട്സ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുകയല്ല, പക്ഷെ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ടുന്ന ബേസിക്കൽ നമ്മളൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ ജനറൽ നോളജിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഇതിൽ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ആൻഡ് വി ഹാവ് ബാരോമീറ്റർ അല്ലെ. ബാരോമീറ്റർ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഹു ഇൻവെന്റഡ് ബാരോമീറ്റർ? ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ഓക്കെ, ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി എന്ന് പറയുന്ന ടോർ നമ്മുടെ ഒരു യൂണിറ്റ് ആണ്, പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ് ടോർ എന്ന് പറയുന്നത്. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് എന്ത് ഇൻവെന്റ് ചെയ്യുന്നത്? ബാരോമീറ്റർ ഇൻവെന്റ് ചെയ്യുന്നത്. ജസ്റ്റ് അറിഞ്ഞു വയ്ക്കാം. ഹൈഗ്രോമീറ്റർ അഗൈൻ വി യൂസ് ഫോർ മെഷറിംഗ് ഹ്യൂമിഡിറ്റി. അനീമോമീറ്റർ കണ്ടോ? അനീമോ ഇസ് സംതിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു വിൻഡ്. ഓക്കെ, അനിമോ ഇസ് സംതിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു വിൻഡ്. ഈ വാക്കുകളില്ലേ, പ്രത്യേകിച്ച് ലാറ്റിൻ വാക്കുകൾ, അത് നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന ടേംസ് അല്ലാത്ത എന്നാൽ ലാറ്റിനിലോ ഗ്രീക്കിലോ ഒക്കെ ഉള്ള വാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ ഇൻസ്ട്രുമെന്റ്സിന് പേര് കൊടുക്കുന്നത്. സോ ഓക്കെ, സോ അനിമോമീറ്റർ ഇസ് യൂസ് ടു മെഷർ വിൻഡ് സ്പീഡ്. വി ഹാവ് പൈറാനോമീറ്റർ ഫോർ മെഷറിംഗ് സോളാർ റേഡിയേഷൻ. ഓക്കെ, പൈറാനോമീറ്റർ പേര് കൊടുത്ത് വയ്ക്കുക. ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് സോളാർ റേഡിയേഷൻ. ഓക്കെ, വി ഹാവ് ഫോട്ടോമീറ്റർ. നമ്മളിപ്പോൾ കണ്ടതാണ് സ്ട്രെങ്ത് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മെഷർ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി അൾട്രാ വയലറ്റ് മുതൽ ഇൻഫ്രാറെഡ് വരെ. അതിനിടയിൽ എന്ത് വരും? വിസിബിൾ വരും അല്ലെ. അൾട്രാ വയലറ്റിന്റെയും ഇൻഫ്രാറെഡിന്റെയും ഇടയിലാണ് എന്ത് വരുന്നത്? വിസിബിൾ സ്പെക്ട്രം വരുന്നത്. അപ്പൊ ആ ഒരു സ്പെക്ട്രത്തിലുള്ള ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ എനർജി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഇത് ഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് അഗൈൻ ഓക്സാനോമീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ ദ ഗ്രോത്ത് ഇൻ ലെങ്ത് ഓഫ് എ പ്ലാന്റ് ഓർഗൻ. ഒരു പ്ലാന്റ് ഓർഗനിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് ഇൻ ലെങ്ത്, എത്രമാത്രം അത് വളർന്നു എന്ന് കണ്ടെത്താൻ യൂസ് ചെയ്യുന്നതാണ് ഇത് ഈ ഓക്സാനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. ക്ലിയർ ആണ്? ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ഓൺ. How many states in India are traversed by western Ghats? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ജോഗ്രഫി ക്വസ്റ്റനിൽ എന്തിനാണ് ഇപ്പോൾ ഇവിടെ സയൻസിൽ പറയേണ്ട ആവശ്യം? സയൻസിൽ നമുക്ക് എന്തുണ്ട്? വി ഹാവ് എൻ ഏരിയ കോൾഡ് വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, എൻവയോൺമെന്റ് ഭാഗമായിട്ട് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് എന്നൊരു ഏരിയ പഠിക്കാനായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചോദിച്ച ചോദ്യമാണ് ഇത്. ഹൗ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ട്രാവേഴ്സ്ഡ് ബൈ ദി വെസ്റ്റേൺ ഗട്ട്സ് എന്നുള്ളത്. എന്താണ് ഉത്തരം വരിക? ഒരറ്റത്ത് നമുക്ക് എണ്ണി തുടങ്ങാം അല്ലെ. എവിടെ നിന്ന് വരുന്നു? ആദ്യം ആരാ വരിക? ഗുജറാത്ത് വരും. ഗുജറാത്തിലുണ്ടോ? ഉണ്ട്. We have Maharashtra, we have Goa, Karnataka, Kerala. കഴിഞ്ഞോ? No. We also have Tamil Nadu. Tamil Nadu എന്താണ്? നീലഗിരി ഉണ്ട് അല്ലെ. നീലഗിരി is a part of Tamil Nadu and Nilagiri is a part of Western Ghats also. So it turns out to be 6 states എന്നാണ് ഉത്തരം വരിക. ആൻഡ് ഇഫ് ദ ടേം വിത്ത് സ്റ്റേറ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ യൂട്ടീസ് എന്ന് കൂടി ഉണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് 7 ബിക്കോസ് അവിടെ എന്തുണ്ട്? ദാദ്ര ആൻഡ് നഗർ ഹവേലി എന്ന് പറയുന്ന നമ്മുടെ ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ട് അല്ലെ. അതിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫേഴ്സ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ദാദ്ര നഗർ ഹവേലി, ഗുജറാത്ത്, ദാദ്ര നഗർ ഹവേലി, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള ആൻഡ് തമിഴ്നാട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള ആൻഡ് തമിഴ്നാടു ആണ് എന്ത് സ്റ്റേറ്റ്സ് ആയിട്ട് വരുന്നത്. ഇഫ് ഇറ്റ് ഇസ് ആസ്ഡ് സ്റ്റേറ്റ്സ് ആൻഡ് യൂട്ടീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 7 ആസ് ഇറ്റ് ഇസ് ട്രാൻസ്ഫേഴ്സ് ടു ദാദ്ര ആൻഡ് നഗർ ഹവേലി ഓൾസോ. ഗോട്ട് ഇറ്റ്? വെൽ ആൻഡ് ഗുഡ്, ക്ലിയർ? ഓക്കെ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നോർത്ത് സൗത്ത് ആയിട്ടും അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. See, the Indian physicist who was considered as the father of fiber optics. എല്ലാ പരീക്ഷയ്ക്കും അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും ഇന്ത്യൻ സയന്റിസ്റ്റുകളെ പറ്റി ചോദിക്കുന്നുണ്ട്. ഓക്കെ, 3 സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലെങ്കിലും ഇന്ത്യൻ സയന്റിസ്റ്റിനെ പറ്റിയുള്ള ചോദ്യം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. 100% ഉറപ്പാണ്. ഇന്ത്യൻ സയന്റിസ്റ്റിനെ പറ്റി ചോദിക്കും. ഓക്കെ, അത് ഇപ്പോൾ PSC റിപ്പീറ്റഡ് പാറ്റേൺ ആണ്. ഡിഗ്രി പ്രിലിംസിന്റെ എല്ലാ ചോദ്യ പേപ്പറുകളിലും ഒരു സയന്റിസ്റ്റിനെ പറ്റിയെങ്കിലും ചോദ്യം വന്നിരിക്കും. ഓക്കെ, ബേസിക്കലി എന്ത് ചെയ്ത് വെക്കുക? പ്രത്യേകിച്ച് ഇന്ത്യൻ സയന്റിസ്റ്റിനെ പറ്റി. അപ്പൊ എന്ത് ചെയ്യുക? ഇവരുടെ ഏരിയ ഏതാണെന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഇപ്പൊ ഫിസിസിസ്റ്റ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരുടെ ഏരിയ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളവരെ ഒഴിവാക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ബോട്ടണി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കെമിസ്ട്രി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ ഫിസിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ആസ്ട്രോണമി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഒരുപാട് എല്ലാം നമുക്ക് കാര്യമായിട്ട് ഇവർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യുക? അവരുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി എങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹു വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്? ഡു യു നോ ദി ആൻസർ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, നരീന്ദർ സിംഗ് കപ്പാനി. നരീന്ദർ സിംഗ് കപ്പാനി എന്ന് പറയുന്ന ഇന്ത്യൻ അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് ഇൻ ഇന്ത്യ. ആൻഡ് വാട്ട് പ്രിൻസിപ്പിൾ ഡസ് ഫൈബർ ഒപ്റ്റിക്സ് വർക്ക്? ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെ. ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ്
total internal reflection in which when light is passing from a denser medium to the rarer medium, if the angle of incidence is greater than the critical angle, it comes back to the denser medium and does not refract into the rarer medium. വളരെ സിമ്പിൾ ആണ്. ഒരു ഡെൻസിറ്റി കൂടിയ മീഡിയവും ഒരു ഡെൻസിറ്റി കുറഞ്ഞ മീഡിയവും നമ്മളതിൽ ഉണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ഇൻസിഡന്റ് ആവുന്ന ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ഒരു പ്രത്യേക ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് അപ്പുറത്തെ മീഡിയത്തിലേക്ക് കടന്നു പോകാതെ എന്ത് ചെയ്യുന്നു, തിരിച്ച് ഇതേ മീഡിയത്തിലേക്ക് വരുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ദാറ്റ് ഇസ് വർക്കിംഗ് ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്. ചോദിക്കാവുന്ന ഒരു കാര്യമാണ് വർക്കിംഗ് ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഫോട്ടോ ഒപ്റ്റിക് ഫിനോമിനൻ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ആൻഡ് ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ആര്, ശ്രീ നരേന്ദ്ര സിംഗ് കപാനി. Okay, and together with that, let's look at the other options. Who is Satyendranath Bose? Satyendranath Bose is the person who worked with Albert Einstein. ആൽബർട്ട് ഐൻസ്റ്റീനോട് വർക്ക് ചെയ്യുകയും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തെ, ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ ഐഡന്റിഫൈ ചെയ്ത വ്യക്തിയാണ് ആര്, സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്നത്. ആൻഡ് ടു കമമറേറ്റ് ഹിം വി ഹാവ് നെയിംഡ് ദ ബോസോൺസ്. എലിമെന്ററി പാർട്ടിക്കിൾസ് കുറച്ചെണ്ണം ബോസോൺസ് എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലെ. സ്പെസിഫിക് ക്വാളിറ്റീസ് ഉള്ള ചില എലിമെന്ററി പാർട്ടിക്കിൾസിനെ നമ്മൾ ബോസോൺസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ടു കമമറേറ്റ് ഹിസ് നെയിം. ഓക്കെ, ദാറ്റ് ഇസ് സത്യേന്ദ്രനാഥ് ബോസ്. ഇവിടെ 2 ബോസ് ഉണ്ട്. ബോസുകൾ ഒരുപാട് എണ്ണുണ്ട്. ബോസസ് ബേസിക്കലി ഇത് സർനെയിം ഫ്രം കൽക്കട്ട അല്ലെങ്കിൽ ഫ്രം ബംഗാൾ. ഓക്കെ, അപ്പോൾ ഒരുപാട് സയന്റിസ്റ്റുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേ, ബോസ് ഇതൊക്കെ നമുക്ക് ബംഗാളിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സർനെയിമുകളാണ്. അതുകൊണ്ട് ബോസ് എന്ന് ഓർത്ത് വെക്കരുത്, പേര് ഓർത്ത് വെക്കുക. SN ബോസ്, സത്യേന്ദ്രനാഥ് ബോസ് ആണ് ആര്, ഫിസിസ്റ്റ് ആയിട്ട് വരുന്നത്. ഹി വർക്ക്ഡ് വിത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ ടു ഡെവലപ്പ് ദി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആസ് വെൽ ആസ് ദ ബോസോൺസ്. ആൻഡ് ടു കമമറേറ്റ് ഹിം വി ഹാവ് നെയിംഡ് എലിമെന്ററി പാർട്ടിക്കിൾസ് ആസ് ബോസോൺസ്. Okay, and who is Meghnad Saha? Meghnad Saha was a Lok Sabha MP. Okay, physics le work ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. He has done a lot of contributions in physics and he was a Lok Sabha MP. He was a parliamentarian who was also a scientist. Okay, അങ്ങനെ ഒരാളെ ഉള്ളൂ ഇന്ത്യയിൽ. That is Meghnad Saha. And then comes Jagdish Chandra Bose. Jagdish Chandra Bose is the botanist. Okay, physics and then botany പഠിച്ച ഒരു അദ്ദേഹം ആളാണ് ആര്, ബോട്ടാനിസ്റ്റ് ആണ് ആര്, ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നത്. ആൻഡ് അഗൈൻ ഹി ഇൻവെന്റഡ്, നമ്മൾ നേരത്തെ പഠിച്ച ക്രെസ്കോഗ്രാഫ് ഓർമ്മയുണ്ടോ, ഞാൻ ആ പേര് പറഞ്ഞ ഓർമ്മയുണ്ടോ, ഓക്സാനോമീറ്റർ ഇസ് എ ഡിവൈസ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു മെഷർ ദി ലെങ്ത് ഓഫ് ദി പ്ലാന്റ്സ് എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ കൂടെ തന്നെ പറഞ്ഞ വാക്കാണ് ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എൻ ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് ഡെവലപ്ഡ് ബൈ ശ്രീ ജഗദീഷ് ചന്ദ്ര ബോസ് ടു മെഷർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് ജഗദീഷ് ചന്ദ്ര ബോസ് ഇൻവെന്റ് ചെയ്ത ക്രെസ്കോഗ്രാഫ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ടൈം പിന്നെ ചോദിച്ചത് പ്രഫുല്ല ചന്ദ്ര, PC ഉത്തരം വരുന്നത് മെർക്കുറസ് നൈട്രേറ്റിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അഗൈൻ അബൌട്ട് എ സയന്റിസ്റ്റ്. മെർക്കുറസ് നൈട്രേറ്റ് വാസ് ഇൻവെന്റഡ് ബൈ വിച്ച് അമംഗ് ദി ഫോളോയിങ് സയന്റിസ്റ്റ് എന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇറ്റ് വാസ് ബൈ പ്രഫുല്ല ചന്ദ്ര റേ, PC റേ, കെമിസ്റ്റ് ആണ്. പ്രഫുല്ല ചന്ദ്ര റേ, PC റേ, ഹീസ് എ കെമിസ്റ്റ്. ബംഗാൾ കെമിക്കൽസ്, ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ബംഗാൾ ഡ്രഗ്സ് ആ കമ്പനിയൊക്കെ തുടങ്ങിയ വ്യക്തിയാണ്. ഇന്ത്യയിലെ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റേ. ഹീസ് എ കെമിസ്റ്റ്. ഓക്കെ, അറിഞ്ഞു വെക്കുക. ആൻഡ് റിഗാർഡിംഗ് ദി ആസ്ട്രോണമി ആസ്പെക്ട് നമുക്ക് ആരൊക്കെ ഉണ്ട്, വി ഹാവ് S ചന്ദ്രശേഖർ ഉണ്ട്. അതുപോലെ തന്നെ there are other persons. ഓക്കെ, എനിക്ക് പേരുകൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കാം. ഓക്കെ, ആസ്ട്രോണമിയെ ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. അതുപോലെ വി ഹാവ് താണു പത്മനാഭൻ ഹു വാസ് എ തിയറട്ടിക്കൽ ഫിസിസിസ്റ്റ്. വി ഹാവ് CNR റാവു ഹു വാസ് എ നാനോ ഫിസിസ്റ്റ്. ആൻഡ് ഇത്രയും ആളുകളുടെ പേരുകളും ഇതൊക്കെ ഓപ്ഷനിൽ വന്ന പേരുകളാണ്. ഓക്കെ, മറ്റ് ചോദ്യങ്ങളുടെയും ഓപ്ഷനിൽ വന്ന പേരുകളാണ് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാൻ. അഗൈൻ വി ഹാവ് CV രാമൻ, topmost scientist who had received the Nobel Prize in 1930 for Raman effect, which is concerned with the scattering of light. ഓക്കെ, ഇതും കൂടി എന്ത് ചെയ്യുക, നോക്കിയാൽ ശ്രദ്ധിക്കുക. ഇന്ത്യൻ സയന്റിസ്റ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പഠിച്ചു പോവുക, ഒരു ചോദ്യം കിട്ടിയിരിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് അവരുടെ ഏരിയ എങ്കിലും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്? അഗൈൻ എനർജി എന്ന് പറയുന്നത് ഒരു വലിയൊരു KSന്റെ സിലബസ് അങ്ങനെ എടുത്തിട്ടൊരു ടോപ്പിക്കാണ് ഇവിടെ കിടക്കുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ. പക്ഷെ ആ KSന്റെ സിലബസിലുള്ള ഒരു അനാലിസിസ് അപ്രോച്ച്, അനലിറ്റിക്കൽ അപ്രോച്ച് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇവിടെ ചോദിക്കുന്ന എനർജി ചോദ്യങ്ങളെല്ലാം വളരെ സ്പെസിഫിക് ടു ദ പോയിന്റ് ക്വസ്റ്റ്യൻസ് ആണ്. എയ്തർ അബൌട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ പറ്റി, ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ആദ്യത്തെ എവിടെയാണ്, വലുത് എവിടെയാണ്, ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന എവിടെയാണ്, സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. Okay, let's see. Which of the following is a non-renewable energy source? Hydropower, wind energy, bioenergy and nuclear energy. എന്താ ആൻസർ വരിക? ഏതാ ആൻസർ വരിക? ഹൈഡ്രോപവർ, വിൻഡ് എനർജി, ബയോ എനർജി, ന്യൂക്ലിയർ എനർജി, നോൺ റിന്യൂവബിൾ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുപയോഗിക്കാനാവാത്തവ എന്നാണ് അർത്ഥം അല്ലെ. വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തത്. ഈ തന്നിരിക്കുന്നത് ഏതാണ്? ഇറ്റ് ഇസ് ന്യൂക്ലിയർ എനർജി അല്ലെ. ഈ പുനരുപയോഗിക്കാൻ പറ്റാത്തവ എന്ന് പറയുന്ന അവയാണ് നമ്മൾ എന്ത് സാധാരണ പറയുക?
കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്ന് പറയാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. കൺവെൻഷണലും നോൺ റിന്യൂവബിളും സെയിം, നോൺ കൺവെൻഷണലും റിന്യൂവബിളും സെയിം. അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. കൺവെൻഷൻ വന്നാൽ നോൺ റിന്യൂവബിൾ ആണ്, നോൺ കൺവെൻഷണൽ വന്നാൽ റിന്യൂവബിൾ ആണ്. അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. അത് നമ്മൾ അടുത്ത കാലത്താണ് എന്ത് ചെയ്യുന്നത്, റിന്യൂവബിൾ എനർജി സോഴ്സസിന് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. ലൈക്ക് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതിനൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയ അടുത്ത കാലത്താണ്. സോ ദേ ആർ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി വിച്ച് ആർ റിന്യൂവബിൾ. കണക്ട് ആയി ആലോചിച്ച് വെക്കുക. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി വിച്ച് ആർ റിന്യൂവബിൾ. ഈ പറയുന്ന നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന നമ്മുടെ ഫോസിൽ ഫ്യൂൽസ്, അപ്പോൾ ന്യൂക്ലിയർ എനർജി, അങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ്, ദേ ആർ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി വിച്ച് ആർ നോൺ റിന്യൂവബിൾ. വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, പുനരുപയോഗിക്കാനാവാത്തവയാണ് ഇത് ഈ പറയുന്ന കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി വിച്ച് ആർ നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് വെരി ക്ലിയർ. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ബ്രൗൺ എനർജി, ഗ്രീൻ എനർജി, ഇങ്ങനെയുള്ള സാധനങ്ങൾ പഠിച്ചു വയ്ക്കുക. ആ ഒരു ഡിവിഷൻ പഠിച്ചു വയ്ക്കുക. ആൻഡ് അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ ഓഫ് ഇന്ത്യ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ന്യൂക്ലിയർ എനർജി എവിടേക്കാണുള്ളത്, ഏതൊക്കെ സ്ഥലത്താണുള്ളത്, അതിനെപ്പറ്റി നമ്മളൊരു ക്ലാസ് സ്പെസിഫിക്കലി എടുത്തിരുന്നു. ഓക്കെ, എവിടേക്കാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി, ഏതാണ് ആദ്യം ഉണ്ടായത്, ഏതാണ് ഏറ്റവും വലുത്, ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്, റിയാക്ടർ വേറെ സെന്റർ വേറെ കേട്ടോ, ആ വ്യത്യാസം പഠിച്ചു വയ്ക്കുക. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഒന്ന് കമന്റ് ചെയ്യണേ. ഇറ്റ്സ് അപ്സര. ഓക്കെ, ഞാൻ വേറെ കമന്റ് ചെയ്യാൻ ചോദ്യം തന്നല്ലോ, തിരുപ്പതി ഏത് സംസ്ഥാനത്താണ്, അതുവരെ വന്നില്ലേ കമന്റ്. ലെറ്റ്സ് സീ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ ഇന്ത്യ. എഗെയിൻ ഒരുപാട് വിവാദമായ ഒരു ചോദ്യമായിരുന്നു. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ ഇന്ത്യ. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ആണ് രത്തംബൂർ നാഷണൽ പാർക്ക്. ഇത് ലാർജസ്റ്റ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇൻ ടേംസ് ഓഫ് വാട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതായിരുന്നു നമ്മൾ ചലഞ്ച് ചെയ്യാനുള്ള കാരണം. ഇൻ ടേംസ് ഓഫ് ഏരിയ വേറെയാണ്, ഇൻ ടേംസ് ഓഫ് ആനിമൽസ് ആണെങ്കിൽ വേറെയാണ്, ഇൻ ടേംസ് ഓഫ് ഡൈവേഴ്സിറ്റി ആണെങ്കിൽ വേറെയാണ്. ലാർജസ്റ്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ, ദിസ് വാസ് എ ക്വസ്റ്റ്യൻ ഓഫ് കണ്ടൻഷൻ. ബട്ട് PSC അത് നമ്മൾ കണ്ടന്റ് ചെയ്തിട്ടൊന്നും ഒന്നും ചെയ്തില്ല, അവരൊന്നും ചെയ്തില്ല. അവർ ഉത്തരം രത്തംബൂർ നാഷണൽ പാർക്ക് എന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആൻഡ് നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വാട്ടർ പാർക്സ്, വാട്ടർഫോൾസ്, റിവേഴ്സ് ആൻഡ് ലേക്സ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത് വരുന്ന ഏരിയാസ്. ഇപ്പോൾ ഉദാഹരണത്തിന് കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതിൻ്റെ അടുത്തുള്ള നാഷണൽ പാർക്ക് പഠിക്കുക, വൈൽഡ് ലൈഫ് സാങ്ച്വറി പഠിക്കുക, വാട്ടർഫോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കുക, ലേക്ക് പഠിക്കുക, റിവർ പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ തന്നെ നമുക്ക് പഠിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ദിവസം എടുത്ത് ഞാൻ ഇന്ന് ഇന്ത്യത്തെ റിവർ മുഴുവൻ പഠിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഹാർഡ് ടു ലേൺ. ഓക്കെ, ലൊക്കേഷൻ പഠിക്കാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്ന് നാഷണൽ പാർക്ക് പഠിക്കാൻ പോകും. ഇന്ത്യയിൽ 150-150 നാഷണൽ പാർക്കുകളുണ്ട്, 500 സംതിങ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുക, ഓരോ ഇവന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ അനിമൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, നാഷണൽ പാർക്സും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ചിന്നാർ ഇസ് ഇൻ കേരള, വി ഹാവ് മാനസ് വിച്ച് ഇസ് ഇൻ ആസാം, ആൻഡ് മധുമലൈ ഈസ് ഇൻ തമിഴ്നാട്. ഓക്കെ, ആൻഡ് നീൽഗിരിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നാഷണൽ പാർക്കുകളുണ്ട്. ബന്ദിപ്പൂർ, അതുപോലെ നഗർഹോള്. നഗർഹോൾ എവിടെയാണ്? ഇറ്റ്സ് ഇൻ കർണാടക. ഓക്കെ, നഗർഹോൾ എന്ന് കാണുമ്പോൾ നമുക്ക് തമിഴ്നാടാണോ എന്നൊരു ചിന്ത വരും. അല്ല, ഇറ്റ്സ് ഇൻ കർണാടക. വി ഹാവ് ബന്ദിപ്പൂർ, നീൽഗിരി, അങ്ങനെയുള്ള കുറച്ച് മധുമലൈ, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട്. വയനാട്. അപ്പോൾ അതൊക്കെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് തിക്ക് ഫോറസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അസോസിയേറ്റഡ്. കൃത്യമായിട്ട് ആ ഏരിയ ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കൺവെൻഷൻസ് ഉണ്ട്. വെസ്റ്റേൺ ഗൾസിനെതിരെ ഒരുപാട് ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. വെസ്റ്റേൺ ഗൾസിൽ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഗൾസിലുള്ള നാഷണൽ പാർക്സ് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ബയോസ്ഫിയർ റിസർവ് ആണ്. കൃത്യമായിട്ട് നോക്കി വെക്കുക. ആ ഏരിയയും ലൊക്കേഷനും അടുത്തുള്ള റിവറും ലേക്കും കൂടി നോക്കി വെക്കുക. ഓരോ നാഷണൽ പാർക്കിന്, പ്രത്യേകിച്ച് കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ ഉള്ളിൽ കൂടി ഒഴുകുന്ന നദികൾ ഏതാണ്, കുന്തിപ്പുഴ എവിടെയാണ് ഒഴുകുന്നത്, ചിന്നാറിലൂടെ ഒഴുകുന്ന ഏതാണ്, അവിടെയുള്ള വെള്ളച്ചാട്ടം ഏതാണ്, ഏതൊക്കെ ലേക്കിന്റെ അടുത്ത് കൂടെയാണ് വരുന്നത്, കൃത്യമായിട്ട് നോക്കി വെക്കും. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. I'll finish it. ഒരു 5 minutes ഫിനിഷ് ചെയ്യാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. എവിടെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി സിറ്റുവേറ്റ് ചെയ്യുന്നത്? എവിടെയാണ് അറിയാമോ? ഇറ്റ്സ് ഇൻ ഡെറാഡൂൺ. ഇത്തരത്തിലുള്ള ഇന്ത്യയിൽ ഒരെണ്ണം മാത്രമുള്ള ഇമ്പോർട്ടൻസ് സാധനമുണ്ട്. അപ്പം NIT IIT ഒന്നും ചോദിക്കാൻ പറ്റില്ല. IIT ഒരുപാടെണ്ണം ഉണ്ട് അല്ലെ, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ അത് ചോദിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി ഒന്നേ ഉള്ളൂ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഒന്നേ ഉള്ളൂ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാധനങ്ങളില്ലേ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡെറാഡൂൺ. ആൻഡ് അഗെയിൻ ഡെറാഡൂണിൽ തന്നെയാണ് എന്തുള്ളത്, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ FSIയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഉള്ളത്. FSIയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞു വെക്കുക. FSI ഫോറസ്റ്റ് സർവേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് അവർ ഇന്ത്യയിലുള്ള ഫോറസ്റ്റിന്റെ കൗണ്ട് അല്ലെ എമൗണ്ട് ആണ് പറയുന്നത്. എത്രമാത്രം ഫോറസ്റ്റ് ഏരിയ ഇംപ്രൂവ് ചെയ്തു, ഏതൊക്കെ സ്റ്റേറ്റിൽ ഇംപ്രൂവ് ചെയ്തു, ഏതൊക്കെ സ്റ്റേറ്റിൽ ഡിക്ലൈൻ ചെയ്തു, വാട്ടർ റിസോഴ്സസ് ഇൻസൈഡ് ഫോറസ്റ്റ് ഇംപ്രൂവ് ചെയ്ത് എവിടെയാണ് ഡിക്ലൈൻ ചെയ്തത്, എന്തുമാത്രം ഗ്രോത്ത് ആണ് ഉണ്ടായത്, എത്രമാത്രം എക്സ്റ്റൻഷൻ ഓഫ് സ്പീഷീസ് ഉണ്ടായി, ഇങ്ങനെയൊക്കെ പറയുന്ന റിപ്പോർട്ടാണ് ഇത് FSIയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പല ഗവൺമെന്റൽ പോളിസീസും രൂപീകരിക്കുന്നത് FSIയുടെ റിപ്പോർട്ട് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം 33% ലാൻഡ് ഏരിയ എന്ത് ചെയ്യണം, ഫോറസ്റ്റ് ആക്കി മാറ്റണം എന്നുള്ളതാണ് അല്ലെ. 33% ഇൻ പ്ലെയിൻ ഏരിയാസ് ആസ് വെൽ as 66% ഇൻ ഹില്ലി ഏരിയാസ്. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല, കുറച്ച് കാലം പണ്ടെടുത്താലേ അവിടെ എത്തുള്ളൂ. ബട്ട് എന്താണ്,
That is the aim. Environment നമ്മുടെ കൺട്രിയുടെ എയിം അതാണ്. ആൻഡ് അഗെയിൻ FSI is situated in Dehradun as well as Indira Gandhi National Forest Academy is also situated in Dehradun. കണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് സ്പേസ് പ്ലേസുകൾ പഠിക്കുക, സയന്റിസ്റ്റുകൾ പഠിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ കുറച്ച് ദിവസം കൊണ്ട് സയൻസ് നിങ്ങൾക്ക് നോക്കണം എന്നുള്ള ഏരിയ എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി വരുന്ന ISR പഠിക്കുക, സയന്റിസ്റ്റ് പഠിക്കുക, എന്താ പറയുക, നാഷണൽ പാർക്കുകളുടെ ലൊക്കേഷൻ പഠിക്കുക, ഇത്രയും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് പഠിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം, സ്പെസിഫിക്കലി ഉള്ള സാധനം മാത്രം പഠിച്ചു വയ്ക്കുക. ഇൻഫർമേഷൻ ഓവർലോഡ് ചെയ്യരുത്, നമ്മൾ മറന്നുപോകും. പിന്നെ അവസാനം നമുക്ക് അവിടെ പോയിട്ട് ഏറ്റവും പ്രശ്നം പറ്റുന്നത് അറിയൂ, ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ നാലെണ്ണത്തിൽ ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഭയങ്കര മോശം അവസ്ഥയാണ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാണ്ട് വരാം. ഓക്കെ, സയൻസ് വീണ്ടും ഞാൻ പറയണം, റിസ്ക് എടുത്ത് അറ്റംപ്റ്റ് ചെയ്ത് തെറ്റിക്കരുത്. നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി പഠിപ്പിക്കുകയാണ് ഇവിടെ, അല്ലേ, ഞാൻ ഒരു വർഷത്തോളമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി പഠിപ്പിക്കുക. ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറില്ല, എനിക്ക് അറിയാത്ത ചോദ്യമാണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് വരാറില്ല. കാരണം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, തെറ്റാനുള്ള സാധ്യത കൂടുതലുള്ള സാധനമാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഒരുപാട് സമയം നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത്. പകരം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഇത്തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നിങ്ങളെ സഹായിക്കാൻ പറ്റിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. Adda 247 എടുക്കുക, നമ്മുടെ ആപ്പ് എടുക്കുക, അതിനകത്ത് വെറുതെ Adda 247 അടിക്കുക. നിങ്ങൾക്കൊരു സാധനം വരും, ഇന്ത്യസ് ലാർജസ്റ്റ് വെർനാക്കുലർ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നൊരു സാധനം വരും. അതിൻ്റെ താഴെ പോകുമ്പോൾ യു ക്യാൻ സി വി ഹാവ് സ്റ്റേറ്റ് എക്സാംസ്. യെസ്, സ്റ്റേറ്റ് എക്സാംസിൽ ഗോ ടു കേരള. കേരളയിൽ കേരള PSC ഉണ്ടാവും. KPSC പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ സാധനങ്ങൾ. ഇപ്പം നിങ്ങൾ ഇനി ലൈവ് ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് അത്ര വലിയ ഉപകാരം വരില്ല. കാരണം ലൈക്ക് ഇൻ 1 month എക്സാം വരികയാണ്, അല്ലെ ലെസ് ദാൻ 30 days ആണ് നമുക്ക് എക്സാമിനുള്ളത്. സോ ദാറ്റ് വോണ്ട് ഹെൽപ്പ്. ഗോ ടു ടെസ്റ്റ് സീരീസ്. ഓക്കെ, ഇൻ ദ ടെസ്റ്റ് സീരീസ് യു ക്യാൻ സി ഡിഗ്രി പ്രിലിംസ് 2024 മോക്ക് എക്സാംസ്. ഓക്കെ, 187 രൂപയാണ്. അതിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് അത് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഗോ ടു ബൈ നൗ, ഗിവ് ദി കോഡ് as Y757S. Y757S കൊടുക്കുക. ഓക്കെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 182 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് എടുക്കാനായിട്ട് പറ്റും. അതെടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് 10 ടെസ്റ്റുകളുണ്ട്. അതായത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമില്ലേ അതേ ഓർഡറിലുള്ള അതേ രീതിയിലുള്ള ചോദ്യങ്ങളുള്ള 10 ടെസ്റ്റുകളും അതിന്റെ സൊല്യൂഷൻസും അതിന്റെ എക്സ്പ്ലനേഷനും ഇതിനകത്ത് ഉണ്ട്. ഈ 10 ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ഇപ്പം തന്നെ ചെയ്ത് നോക്കണ്ട, ഇതെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് ഒരു 10 ദിവസം ഒരു ദിവസം ഇടപെട്ടോ അല്ലെങ്കിൽ 2 ദിവസം ഇടപെട്ടോ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ 10 ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് മനസ്സിലാവും, നമ്മൾ എവിടെ നിൽക്കും, നമ്മുടെ എവിടെയാണ് നമ്മുടെ വീക്കർ ഏരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച നോട്ടുകളുണ്ട്, അല്ലെ, നമ്മൾ ഫസ്റ്റ് ഡേ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ വെൻ വി സ്റ്റാർട്ടഡ് ഡിഗ്രി പ്രിലിംസ് പ്രിപ്പറേഷൻ, ലൈക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷമേ നമ്മൾ LSDS സെക്രട്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്താണ്. വി ഹാവ് ലൈക്ക് 5 to 7 ബാച്ചസ് നൗ, അല്ലെ. അപ്പൊ അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്തെ നമ്മൾ പറഞ്ഞിരുന്നു ചെറിയ നോട്ട് ഉണ്ടാക്കി വെക്കണം, നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് കയ്യിൽ വേണം, റിവിഷൻ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതിന്റെ കൾമിനേഷൻ എത്തി നിൽക്കുകയാണ്, അല്ലെ. വി ആർ ഗോയിങ് ടു റൈറ്റ് ദി എക്സാം ആൻഡ് വി ഹാവ് അവർ നോട്ട്സ്, വി ഹാവ് എവറിത്തിങ് പ്രിപ്പയർഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിവൈസ് ചെയ്യുന്നു, റിപ്പീറ്റഡ് റിവിഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ. സോ അതിന് നിങ്ങളെ സഹായിക്കുന്ന സാധനമായിരിക്കും എന്ത്, ഈ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാനും, ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ യു ഡിഡ് ആൻ എക്സാം ആൻഡ് യു ആർ വീക്ക് ഇൻ പൊളിറ്റി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 ദിവസം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, പൊളിറ്റി ഒന്നുകൂടി റിവൈസ് ചെയ്തെടുക്കാം. ഏത് പോയിന്റ് ആണ് തെറ്റുന്നത്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് തെറ്റുന്നത് കണ്ടുപിടിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ആൻഡ് ഒരുപാട് പരീക്ഷകൾ അത് കഴിഞ്ഞിട്ട് PSC നടത്തിയിട്ടുണ്ട് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട്. അത്തരം ചോദ്യ പേപ്പറിൽ കണ്ടെത്തി എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ്, അതായത് ഇനിയിപ്പോൾ നിങ്ങൾ സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ ചെയ്യേണ്ട, യു ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്, അല്ലെ. അടുത്ത മെയ് 15 എക്സാം വരികയാണ്, യു ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഉള്ള സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുൾ ടെസ്റ്റുകൾ ചെയ്യുക, അവിടെ എവിടെയാണ് വീക്ക് ഏരിയ എന്ന് കണ്ടുപിടിക്കുക, റിപ്പീറ്റ് ചെയ്യുക. ടൈം വെച്ച് ചെയ്യുക, വെറുതെ ചെയ്യരുത്. ടൈം വെച്ച് നമ്മൾ കുറച്ച് 10 ദിവസം എഴുതി എണീറ്റ് പോയി കുറേ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വന്നു, ദാറ്റ് വോണ്ട് വർക്ക്. എന്ത് ചെയ്യുക, കൃത്യമായ ടൈം വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ, നിങ്ങളുടെ വീക്ക് ഏരിയ എവിടെയാണ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എവിടെയാണെന്ന് മനസ്സിലാവുള്ളൂ. യു ഹാവ് ടൈം, അല്ലെ. ഇപ്പോൾ ഒരു മോർ ദാൻ 2 weeks ടൈം നിങ്ങളുടെ ഉണ്ട്. ആ വീക്ക് ഏരിയസ് ഐഡന്റിഫൈ ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുള്ള വീഡിയോസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സോഴ്സസ് കണ്ടെത്തി അവിടെ എന്താണോ നിങ്ങൾ വീക്ക് ഏരിയ അത് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അതിന് നിങ്ങളെ സഹായിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് സീരീസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കാനാണ് സാധ്യത. യെസ് ഗൂഗിൾ, യെസ്. ഓക്കെ, ഇംഗ്ലീഷിലാണെന്നാണ് എൻ്റെ ധാരണ. ഞാൻ കണ്ട ടെസ്റ്റ് സീരീസും ഇംഗ്ലീഷിലായിരുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. Okay, you will buy question paper in both English and as well as Malayalam. രണ്ടിലും ഉണ്ടാവും. Okay, ഇത് ഭാഗം വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യും. മോസ്റ്റ്ലി I'll എന്താ പറയാ, recommend you to use the English version because മലയാളം ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ്, പലപ്പോഴും കോമഡി ആയിട്ടാണ് ട്രാൻസ്ലേഷൻ വരുന്നത്. സോ I will recommend you yes Google, the exam is in English.
Yes, Google. Okay, so that's it. And again, ഞാൻ പറയാണ് നമ്മുടെ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു അല്ലേ? We have followed our methods. We have done the work. നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. We have our notes അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. This is done. We have our notes. This is also done. Now we have to revise and practice and repeat this. ഇത്രയും കാലം ഞാൻ മൊത്തം റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളോട് പറയുന്നത് ഡു റിവിഷൻ and do practice and repeat revision and practice എന്നാണ് പറയുന്നത്. Repeat your revisions, repeated revisions ചെയ്യുക, repeated practice ചെയ്യുക. എവിടെയാണ് ഏത് കൺസെപ്റ്റ് ആണോ തെറ്റുന്നത് ആ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, repeated revisions and repeated practice കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതിനുള്ള സമയമുള്ളൂ. ആ സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. വൈകാതെ തന്നെ ലൈക്ക് ഇന്ന് ഏപ്രിൽ എൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഹോൾ ടിക്കറ്റ് വരും. വിൽ ബി നോയിങ് ദി ഡേറ്റ്, വിൽ ബി നോയിങ് അവർ സെന്റേഴ്സ് ഓഫ് എക്സാം. ഫസ്റ്റ് സ്റ്റേജ് ആണോ സെക്കൻഡ് സ്റ്റേജ് ആണോ നമുക്ക് അറിയാനായിട്ട് പറ്റും. വി ഹാവ് 3 stages ഓഫ് എക്സാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ വി വിൽ ഹാവ് വെരി ലെസ് ടൈം ടു ഡു ദാറ്റ് അല്ലേ? സോ ആൻഡ് വി ഡോണ്ട് ഹാവ് എ പ്രീ തിങ് ടു ലുക്ക് അറ്റ്. നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അത് ഈ ടെസ്റ്റ് സീരീസിലെ ഒരു സ്റ്റേജ് എന്ന രീതിയിൽ ഇപ്പോൾ 3 സ്റ്റേജ് പരീക്ഷ നടത്തുന്നുണ്ടല്ലോ. സെക്കൻഡ് സ്റ്റേജ് കിട്ടി നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഒരു മോഡലായിട്ട് വെക്കാം. ആ ഒരു സാധനം ഇവിടെ കിട്ടില്ല, ഈ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർക്ക് കിട്ടില്ല. സോ യു ഹാവ് ടു ലുക്ക് അറ്റ് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലൈക്ക് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. ഗോ ത്രൂ ദോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗെറ്റ് ആൻസേഴ്സ്. Yes, good Google. Yes, start of mail start ചെയ്താലും മതി. Just go through your revisions, go through the notes you have made, go through notes, go be confident on your preparation. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പഠിച്ചിട്ടൊന്നും എന്തായാലും ആവാൻ പോണില്ല. നമ്മൾ പഠിച്ച് വെച്ച സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് റിവൈസ് ചെയ്യുക, ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്യുക, ബ്രഷപ്പ് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ, യെസ് Google. Yes, I think it's in English only. If there is a Malayalam version, I'll inquire and get back to you. Okay, yes, thank you, and thank you very much. We'll meet in another video. Thank you.